ഇന്ന് ഞങ്ങളുണ്ടല്ലോ നമ്മുടെ വീട്ടിലത്തെ മെയിൻ താരത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. കുറച്ച് പേര് ചോദിക്കാറുള്ളതാണ് വിൻഷാന്റെ ബുള്ളറ്റ് എവിടെ പോയി കൊടുത്തോന്നൊക്കെ. കൊടുത്തിട്ടൊന്നുമില്ലേ, ചെറുതായിട്ടൊന്ന് പണിക്ക് കയറ്റിയേക്കാടുന്നു. ഒരു 1.5 മാസമായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം നമ്മുടെ വീട്ടിലെ മെമ്പറും കൂടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ദൂരത്തേക്കാണ് പോണത്, അതായത് ഒറ്റപ്പാലത്താണ് കേട്ടോ നമ്മൾ വണ്ടി റെഡിയാക്കാൻ കൊടുത്തേക്കണത്. വിൻഷാന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് കേട്ടോ അതൊക്കെ ചെയ്ത് തരണത്. അപ്പൊ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അവിടെ വണ്ടിയൊക്കെ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് വാഴാലിക്കാവ് റൂട്ടാണ് കേട്ടോ. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ. എനിക്ക് ഇങ്ങനെ കുറെ വീഡിയോ എടുത്തിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ക ഗ്രാമപ്രദേശം തന്നെ പറയാട്ടോ. ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് എന്റെ വീടിന്റെ ഏരിയ ആണ് ശരിക്കും ഗ്രാമപ്രദേശം എന്നാട്ടോ. പക്ഷെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ വേറെ സ്ഥലങ്ങളൊന്നും കാണാത്തത് കൊണ്ടാവട്ടെ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് മായനൂർ പാലെത്തിയിട്ട് വിൻഷേട്ടൻ പിന്നെ വർക്കിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഏരിയ ഒക്കെ എപ്പോഴും കവർ ചെയ്യണ കാരണം വിൻഷേട്ടന് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഏകദേശം ഒറ്റപ്പാലെത്തിയപ്പോൾ നമുക്കൊരു തമിഴ്നാട് ടച്ച് തോന്നി കേട്ടോ. കാരണം ഇതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ റോഡ് സൈഡ് തന്നെ ഇങ്ങനെ അമ്പലങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഉത്സവത്തിന്റെ തോന്നുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ മറ്റേ കോലൊക്കെ വരച്ചിട്ടേ, കോലം തന്നെയല്ലേ പറയാതെ ഇത് ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും ഒരു തമിഴ്നാട് ടച്ചായിട്ട് അവിടെ എത്തിയപ്പോൾ തോന്നിയത്. പിന്നെ ഭയങ്കര ഒരു വൈബും പിന്നെ കുറെ പാട്ടൊക്കെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. ഏകദേശം ഒറ്റപ്പാലം ടൗണ് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ വീട് എത്തിയിട്ടോ. കുറച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ ഒരു ടി ജംഗ്ഷൻ എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്നോട്ടോ. കാരണം ഇനി ഏത് വഴിക്കാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ടത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ നേരെ ചേച്ചീനെ വിളിച്ചു നമ്മള്. പിന്നെ നമുക്ക് അവിടെ എത്താനുള്ള ലൊക്കേഷൻ ചേച്ചി ഇട്ടാന്നു കേട്ടോ. അങ്ങനെ ലൊക്കേഷൻ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വിൻഷായിട്ട് എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കയ്യും വീശി കയറി ചെല്ലാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ അതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിന്റെ ബില്ലും കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതേ പോയിട്ടാ. ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാണ്ട്. ഞാൻ കുറച്ച് അടുത്താവുമെന്ന് വിചാരിച്ച് അതിന് ഉള്ളിൽ എത്തിയത് ഏതാട്ടോ ചേച്ചിയുടെ വീട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വണ്ടിയുടെ കാര്യം വിട്ടു കേട്ടോ. കാരണം നമ്മൾ ഓടി അകത്തൊക്കെ കയറി പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ചേച്ചിയുടെ മോളെന്നെ വിളിച്ചിരുന്നു കേട്ടോ. ചേച്ചിക്ക് ഒരൊറ്റ മോളാണ് ഉള്ളത് കേട്ടോ, ഗോപു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വീട്ടിലേക്ക് വരണത്. അപ്പൊ ഇതേ വീഡിയോ കോൾ ചെയ്തിട്ടൊന്ന് സംസാരിച്ചു. പിന്നെ ഇത് ചേച്ചി എന്ന് പറയുമ്പോൾ വിൻഷാന്റെ കസിൻ സിസ്റ്റർ ആണ്. ചേട്ടനാണെങ്കിൽ ശബരിമലയ്ക്ക് പോയി കിടന്നു. അപ്പൊ നമുക്ക് ചേട്ടനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇരുന്നിട്ട് ഇത് നമ്മുടെ വിൻഷേട്ടന്റെ ചെറുപ്പത്തിൽ ഓരോ കഥകൾ പറഞ്ഞു തരട്ടോ. വിൻഷേട്ടൻ കറക്റ്റ് തേജുവിനെ പോലെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. പിന്നെ വിൻഷേട്ടന്റെ ഓരോ വികൃതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ വണ്ടി നോക്കിയിട്ടോ. അതേ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പെയിന്റ് ഒക്കെ അടിച്ച് എല്ലാതും നെട്ടും ബോൾട്ടും എല്ലാം അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. വണ്ടി കുറെ നാളായിട്ട് വണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം വിചാരിക്കുന്നു. ആകെ മൊത്തം തുരുമ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും സെറ്റായിട്ട് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്. വിൻഷേട്ടനാണെങ്കിൽ വണ്ടി കംപ്ലൈന്റ് ആകുമ്പോൾ വണ്ടി കൊടുത്തിട്ട് വേറെ വണ്ടി എടുക്കാന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചിരുന്നില്ല കേട്ടോ. ഈ ഒരു വണ്ടി കൊടുത്തിട്ടുള്ള വേറെ പണിയില്ലാന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം ഈ ബുള്ളറ്റിനോടുള്ള ബന്ധം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഒരു കാലത്ത് കാറിന് കാറും ബൈക്കിന് ബൈക്കും ലോറിക്ക് ലോറിയും വരെ ഞങ്ങൾ ആക്കാറുണ്ട് ഇതിന്. നമ്മുടെ മെയിൻ റുമാലി ഷവർമ കഴിക്കാൻ കയറിയിട്ട് നമ്മുടെ സ്റ്റുഡിയോന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ AMS എങ്ങാണ്ടോ കടയുടെ പേര്, അവിടെ കയറിയിട്ടാണ് കഴിക്കാറ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റ് ആണ്. അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ സിനിമയ്ക്കാട്ടോ കയറിയത്. അതായത് അതിരടി ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അതിനൊന്ന് കയറിയിട്ടാ. നല്ല അടിപൊളി പടാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഞാൻ സ്കൂട്ടിയും ഒരു ബുള്ളറ്റുമാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.